ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷനാണ് ഇടുക്കിയിലുള്ള പാൽക്കുളം മേട്. നമ്മൾ ചെറുതോണിയുടെ അടുത്തു നിന്ന് ഒരു ജീപ്പ് റെൻറ്റിനെടുത്തു. അപ്പോൾ ഇവിടം തൊട്ട് ഇങ്ങനെ ഓഫ് റോഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 3000 അടി ഉയരമുള്ള ഒരു മലനിരകളാണ് പാൽക്കുളം മേട്. അതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു കുളവുമുണ്ട്. ഫുൾ ഓഫ് റോഡിങ് കയറി വേണം നമ്മളങ്ങ് മുകളിലെത്താൻ വേണ്ടി. ഒരു കല്ലിൽ നിന്ന് അടുത്ത കല്ലിലേക്ക് ചാടാൻ പോവാ. മൊബൈൽ കേട്ടോ. ഓൾമോസ്റ്റ് അരമണിക്കൂറിൻ്റെ ഓഫ് റോഡിങ് കഴിഞ്ഞ് നമ്മളിപ്പം പാൽക്കുളം മേടിൻ്റെ ബേസ് ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് ട്രക്ക് ചെയ്ത് വേണം മുകളിലേക്ക് പോകാൻ. ഈ മുകളിൽ കാണുന്നതാണ് പാൽക്കുളം മേടിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗം. അപ്പം ഇവിടെ പ്രയർ അപ്രൂവലൊക്കെ എടുത്ത് വരുന്നതായിരിക്കും സേഫ്. ആന ഇറങ്ങുന്ന സ്ഥലവുമാണ്, പെട്ടെന്ന് വെതർ കണ്ടീഷൻ മാറുന്ന സ്ഥലവുമാണ്. അപ്പം നിങ്ങൾ സേഫ്റ്റി മെഷേഴ്സ് എടുത്തിട്ട് വേണം ഈ സ്ഥലത്തൊക്കെ വിസിറ്റ് ചെയ്യാൻ വരാൻ. നമ്മൾ വന്ന ജീപ്പാണ് അങ്ങ് ദൂരെ കാണുന്നത്, ആ ചെറിയ സാധനം. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ 3/4 ഭാഗം വരെ ട്രക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഈ ദൂരെ കാണുന്നതാണ് ഇവിടുത്തെ കുളം. ഈ കുളം കാരണമാണ് ഈ സ്ഥലത്തിന് പാൽക്കുളം മേട് എന്ന പേര് തന്നെ വന്നത്. ഈ ട്രക്കിംഗ് ഒക്കെ കയറി വന്ന് നന്നായിട്ട് നമ്മൾ ക്ഷീണിക്കും. അപ്പോൾ ഈ മലയുടെ മുകളിൽ ഇങ്ങനെ ഇരുന്ന് കാറ്റൊക്കെ അടിക്കുമ്പം നല്ലൊരു സുഖമാണ്. ഈ പച്ചപ്പും ഈ മലകളും ഒക്കെ കണ്ട് ഇതിൻ്റെ ഭംഗി ആസ്വദിച്ച് ഇവിടെ ഇരിക്കാൻ തന്നെ ഒരു ഭയങ്കരമായ ഒരു സുഖമാണ്. പാൽക്കുളം മേടിൽ വരാൻ പറ്റിയ സമയം ഏർലി മോർണിംഗും പിന്നെ ആഫ്റ്റർനൂൺ സമയമാണ്. ഉച്ചയ്ക്കൊക്കെ വന്നാൽ ഇവിടെ നല്ല വെയിലായിരിക്കും. സോ ഈ 2 സമയത്ത് വരാൻ ട്രൈ ചെയ്യുക. എല്ലാ മലമുകളിലും കാണുന്ന പോലെ ഇവിടെയും ആരൊക്കെയോ കൊണ്ട് കുരിശ് നാട്ടി വെച്ചിട്ടുണ്ട്. ഈ ദൂരെ കാണുന്നതാണ് ഇടുക്കി ഡാം. സോ 1/4 മണിക്കൂർ നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഇനി നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. അപ്പം നോർമലി കയറ്റത്തിനേക്കാളും പാടായിരിക്കും ഇറക്കം. സോ ബി കെയർഫുൾ.
നമ്മളിപ്പം പാൽക്കുളമ്മേട് മല ഇറങ്ങി ഇനി ഇവിടുന്ന് താഴോട്ട് നമ്മൾ പോവുകയാണ്.